ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമോ. ഭോഗമോക്ഷങ്ങൾ സാധിച്ചിടുവാനിവൻ പദ യോഗസേവയതിന്മീതെ മറ്റൊന്നില്ലറിഞ്ഞാലും മാനസേ ചെറുതിളകിടാതെ മഹാത്മാനം ധ്യാനിച്ചിടുകിൽ സാധിച്ചിടുന്നു നിരന്തരം. നൂനമെന്നരുൾ ചെയ്തു ദാതാവും മനപത്മ സ്ഥാനകർണിക മധ്യേ നാഥനെ ധ്യാനിച്ചും തൻ പാണികൾ കൂട്ടിത്തൊഴുതാനന്ദം കലർന്നു ഗിർവാണന്മാരോടുകൂടി മേവിനാൻ തത്രാകാശേ. തൽക്കാലം വസുദേവനന്ദനൻ നാരായണൻ ഉൾക്കനിമീയെന്നേഴും തൽസകകുലത്തോടും ചിത്തമൊത്തോരോ വിലാസങ്ങളും അനുകരിച്ച് അത്യന്തം മഹാവിഷ്ണുമായയായി വിളങ്ങിനാൻ. മുഷ്കരാഹീന്ദ്രനായ ദാനവൻ തന്നെ കൃഷ്ണൻ നിഗ്രഹിച്ചവസ്ഥകൾ കുമാരന്മാർ പുരപൂക്കു നിന്നറിയിച്ച വൃത്താന്ത വിചിത്രങ്ങൾ ഒക്കവേ കേട്ടു പൗരന്മാരെല്ലാം പുറപ്പെട്ട് തൽക്ഷണം ചെന്നു നോക്കും നേരം ഒരാണ്ടുപോരും. അക്ഷികർണേന്ദ്രൻ ചത്തുകിടന്നാനെന്നുള്ളോര് നിശ്ചയം തച്ചോഷണാത്യാകാരവേദങ്ങൾ കണ്ട് ഉൾച്ചേർന്നിതെല്ലാവർക്കും വൃത്തീഷതിലകമേ. തൽപ്രബന്ധത്തിനവകാശമായതും കൗമാരപ്രയോഗത്തെ സഖിമാരെല്ലാം ഒരുമിച്ചും പസ്ത്യമുൾപ്പൂക്കങ്ങറിയിച്ചിതു പൗഗണ്ഡത്തിൽ. അത്രയെന്നതു കേട്ടു വൃത്തീഷൻ വിഷ്ണുരാധൻ ഭക്തവത്സലൻ ചരിത്രങ്ങളോർത്ത് അതിശയ ഭക്തി പൂണ്ടത്യുത്തമ ചിത്ത കൗതുകത്തോടെ വന്നിച്ചു തൊഴുതു ചൊല്ലിടിനാനതാ. വ്യാസനന്ദനായ മഹാമാമുനി തന്നോടപ്പോൾ നിന്തിരുവടിയുടെ വദനവങ്കേരുഹാന്തരമൊഴിഞ്ഞ് അരുളേടിന ഹരികഥ സന്തതം പാനം ചെയ്തിരുന്നെനിക്കൊരു സംതൃപ്തി വരുന്നില്ലേതുമേ നിരന്തരം. ബന്ധുവത്സല തവ വചനാമൃതം കൊണ്ട് ബന്ധമോക്ഷതനുടെ ചരിതാമൃതരസം സമ്പ്രതി കേൾപ്പാൻ പാത്രമായതും ഭവതനുകമ്പയാലെത്രേ ഉണരില്ല സംശയമേതും. ക്ഷത്രിയ കുലത്തിൽ വച്ചെത്രയും നികൃഷ്ടനായി വർത്തിക്കും മഹാബഹു ദുഷ്കൃതപടലങ്ങൾ ഭസ്മമായി കളവതിൻ ഉൾക്കാമ്പിൽ വളർന്നേഴും സുസ്നേഹ ശാശ്വത നിരത അരുൾ ചെയ്ത സൽക്കഥാമൃതം വേദാന്തർത്ഥ സംഗ്രഹാഭിമുഖ്യമായിരിക്കുന്ന ഭഗവചരിത്രങ്ങൾ സൽകൃതി പ്രവരാൻ സത്തുക്കൾ ഇനിമേലിൽ അക്കലിയുഗത്തിങ്കലറിവാൻ അവകാശം സിദ്ധമാകയും ചെയ്തു ചിന്തിച്ചാലതും നമുക്ക് എത്രയും അനുഗ്രഹമെന്നു നിശ്ചയമെന്നാൽ വിസ്തരിച്ചെനിക്കുള്ള സംശയഭ്രമം തീർന്ന് ചിത്തവിശ്വാസം വരുമാർ
അരുൾ ചെയ്തിടണം. മർത്യന്മാർക്കെല്ലാം ജന്യനാഥവാസരം തൊട്ടും വത്സരമഞ്ചാവോളം കൗമാരം അതിന്മീതേ 10 സപ്താവോളം പൗഗണ്ഡമഞ്ചതാപരേ തത്തരങ്കീശോരമങ്ങേതും യൗവനം നൂനം വാർദ്ധക്യം 64 പുനർ ഊർധ്വമങ്ങെഴുപത്താറാകിങ്കൽ നിന്നെന്നു ചിലർ ചൊല്ലുന്നു വയോനുമാനങ്ങളെന്നല്ലോ മുന്നം. ചൊല്ലേഴും ഭവാൻ അരുൾ ചെയ്തു കേട്ടിരിക്കുന്നു തുല്യചേതസ പുനരെന്നു കേട്ടിരിക്കുമ്പോൾ വല്ലവന്മാർക്കും ദിനവത്സരഭ്രമം തോന്നി കൊള്ളുവാൻ അവകാശമെന്തെന്നറിയാഞ്ഞിങ്ങ് ഉള്ളിലുണ്ടെനിക്കുണ്ടാകുന്ന സന്ദേഹം ചെമ്മേ ചൊല്ലേണം അതു തിരിച്ചെന്നോടെന്നവൻ നീശൻ. ചൊല്ലിനോരളകിലേശ്വര ചരിതങ്ങൾ ചിന്തയിൽ ലയിച്ചമൃതാർത്ര ചേതസ തളർന്ന് അന്തർമനസേ മുകുരന്ധകാരവും തീർത്തും പുഞ്ചിരി കലർന്നേഴെങ്കൽ ഗദാക്ഷരവാച ചഞ്ചലസ്വരേണ ചൊല്ലിടിനാൻ മുനീശ്വരൻ. തിങ്കൾ വംശോത്ഭുതഭൂപാലകതിലകമേ ശങ്കരാത്മക സർവജ്ഞോത്തമ തപോനിധേ നിങ്കലുറ്റേഴും വിചാരം പെരുകഴിയോര് അങ്കുരാനന്ദ സ്വയംബോധ അത്ഭുതമിതം പങ്കജക്ഷണൻ മായ വൈഭവ വിലാസങ്ങൾ പങ്കനാശനകരം കേൾപ്പതിന്നഭിരുചി തങ്കലുള്ളുണർന്നുള്ള സജ്ജനം അനേകമുണ്ടെങ്കിലും ഏവം ഭവാനെ പോലെ ജഗന്നാഥൻ തൻ കഥ നവകൃതമാകുവാൻ ജഗത്രയത്തിങ്കൽ മറ്റൊരുവരെ കണ്ടതില്ലെങ്ങും ഞാനോ. തന്തിരുവടിയുടെ കാരുണ്യം ലേശ തന്നെ ചിന്തിക്കലെന്നൊരു ബന്ധുവായതും നൂനം ബന്ധമോക്ഷതൻ ചരിതാമൃതരസങ്ങൾ സംബന്ധിച്ചു പോരും ലളിതാനന്ദവിലാസങ്ങൾ സന്തതം ചിന്തിക്കയും കേൾക്കേയും വറകയും സന്തശീലങ്ങൾ നിത്യം ഇന്ദ്രിയാദ്യാവരുടെ സംപ്രയതാകാരങ്ങൾ ഭഗവൽ ചരിത്രങ്ങൾ അൻപു പൂണ്ടനുഭവിച്ചിടുവാനുണ്ടായുള്ള കമ്പമില്ലിവർക്കതിനെ നൈഹിക പാരത്രികം സമ്പ്രതി കരസ്ഥമാകുന്നതെന്ന് അറികേടോ യാതൊരു മർത്യൻ ഭക്ത്യാ മാധവചരിതങ്ങൾ ചേതസാ വിചാരിച്ചും പുതുക്കി ചമയ്ക്കുന്നു മേദിനിങ്കൽ ഭഗവാൻ അനുഗ്രഹിക്കയാൽ സാദരം പരോപകാരത്തിനായതും നൂനം ദീനവത്സലൻ ഭഗവാൻ അറിഞ്ഞാലും തവ മാനസേ സന്ദേഹമുണ്ടാകുന്നതിടയിടെ മോദേന വിചാരിച്ചു ചോദിച്ചു കൊള്ളാമതും മേദിനീപതേ നല്ലൊന്നീശൽ തീർപ്പാനും മമ ബോധസംഗതി വ്യാസത്തിനും മറ്റുപകാര
സാധനസാധ്യയുക്തിയും യുക്തലക്ഷണമിതം സ്നേഹമെത്രയും ഭാരമുള്ള ശിഷ്യർകൾക്കും സന്ദേഹമുള്ളതോ തീർത്തു രഹസ്യമെന്നാകിലും കാരുണ്യത്തോടെ ഗുരുഭൂതന്മാരുപദേശിച്ച് ആരോടാനന്ദം വളർത്തിയിടുന്നു നിരന്തരം. മനസ്സേ നിന്നിൽ സ്നേഹം ഏറെയുണ്ടാക കൊണ്ടും ഞാനുമൗവണ്ണം തവ ചൊല്ലുവാനാകും വണ്ണം കേട്ടുകൊള്ളുകെങ്കിൽ അകൻ തന്നോടെ ഭക്താന്തരേ ഗോഷ്ഠവാസികളായ ബാലന്മാരകപ്പെട്ടും വാട്ടമെന്നിയെ പുറപ്പെട്ടു നന്ദജനോടും കൂട്ടമിട്ടാർത്തു കളിച്ച് ആസ്തയാദിവൗകസ സ്വോത്രകീർത്തനങ്ങളും ഭക്തസജ്ജനമൃദു മാത്രാതിസ്വരക്രമ ഭേദവർണ്ണനങ്ങളും പ്രീത്യൈവ കേട്ട് പുഷ്പവൃഷ്ടിയുമേറ്റാർത്തിനാശനകരൻ തന്നോട് കൂടെ ചേർന്നും. ഹരേ നാരായണായ നാരായണായ നമോ നാരായണ.